ഭാഗത്തൊക്കെ ഇച്ചിരി ജെയിൻ ആൻഡ് ഫിഞ്ച് ആ ഭാഗത്ത് ഇച്ചിരി ടഫ് സ്ഥലങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാർ 2 മണിക്ക് കേട്ടോ, രാത്രി 2 മണി വണ്ടിയൊക്കെ എടുക്കാൻ കൊടുക്കലല്ലേ നല്ലത് അല്ലേ? കൊടുക്കുക അങ്ങനെ വന്നെ കൊടുത്തോളാം. അവന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് അവന് അതെല്ലാം പൈസ തിരിച്ചു കിട്ടി എല്ലാം ശരിയായേനെ. അവനിപ്പോ എന്ത് പ്രശ്നം? സ്പോട്ട് കിട്ടുമോ? കുറച്ച് ദിവസം കൊണ്ട് കിട്ടുമോ? ഞാനല്ലോ ഇൻഷുറൻസ് വെക്കുന്നത്. തെഫ്റ്റ് വാൻഡലിസത്തിനൊക്കെ കവറേജ് ഉണ്ട്. മറ്റേവനെ പിടിക്കുവോ? ഇങ്ങനത്തെ ആൾക്കാരെ പിടിക്കുവോ? ഇവിടെ പോലീസ് ഒരുമാതിരി പഴം കണക്ക് പോലീസ്, ഒരു കഴിവേട്ട പോലീസ്. അങ്ങനെയുള്ള ആൾക്കാരൊന്നും പിടിക്കൊന്നുമില്ല. ഒരു പ്രശ്നമില്ല, ഒന്നിനും കൊള്ളത്തില്ല. ചുമ്മാ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ ഈ ട്രാഫിക് പാർക്കിംഗ് ലൈറ്റിന് പിടിക്കാന്നുള്ളതല്ലാതെ ഒരു ഗുണമില്ല. ചുമ്മാ ഇതുപോലെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കള്ളന്മാരെ കണ്ടുപിടിക്കുന്ന പരിപാടിയൊക്കെ അവന്മാരെ ഇവിടെയാണ് കുറെ ക്യാമറ ഉണ്ട്. ഒരു പഴമിഴുങ്ങി പോലീസ് സെക്കൻഡിനുള്ളിൽ പിടിക്കും പോലീസ്. ഇവിടെ ഒരു സംഗതിയില്ല, എല്ലാ സ്ഥലത്തും പഴമിഴുങ്ങി പോലീസാണ്. പോലീസ് നമ്മളെ കേരളത്തിൽ ഈ രാഷ്ട്രീയക്കാർ ഇടപെട്ടില്ലെങ്കിൽ എന്ത് വില കൊടുത്തോ അവര് പോകും. സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ കേരള പോലീസ് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 അല്ല, ഡൽഹി കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടുപിടിക്കാൻ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓരോ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ തപ്പി പിടിച്ചിട്ട് അവര് ഓരോ കാര്യങ്ങൾ പിടിച്ചെടുക്കണം. അതെ, മറ്റേ 10-17 കൊല്ലം കഴിഞ്ഞ് മറ്റവനെ പൊക്കിയത്. വേറൊരു കഥ അറിയാമോ? വേറൊരു കാര്യം അറിയാമോ? 2012 കൃഷ്ണ ഹരിദാസ് എന്ന് പറഞ്ഞ ഒരു സ്വർണ്ണ വ്യാപാരി ഉണ്ടായിരുന്നേ. പുള്ളിയുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ ഡയമണ്ട് കച്ചവടം. 2012 ഭയങ്കര ട്വിസ്റ്റ് ആണ്. അതായത് സിനിമ ഇൻവെസ്റ്റിഗേഷൻ വരെ തോറ്റണ കഥ. 2012 ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതായത് ഈ രത്നങ്ങൾ വിൽക്കുന്ന ജോലിയാണ് ഇങ്ങനെ. ഈ കൃഷ്ണ ഹരിദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഈ രത്നങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര അമൂല്യ വാല്യൂ ഉള്ളതാണ്. അതായത് നമ്മുടെ ഈ ഇപ്പം പത്മനാഭ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന വാല്യൂ എന്നാണ് പറയുന്നത്. അതിന് വില നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ അയാൾ ഒരു വില നിശ്ചയിച്ചിട്ട് അയാൾ തന്നെ വിൽക്കുകയാണ്. അയാളൊരു മോഹ വില പറയണം, എന്നിട്ട് അപ്പം ചെയ്യണം. അപ്പൊ ഇയാള് കച്ചവടം ചെയ്യണതിന്റെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആൾക്കാർക്ക് ഇങ്ങനെ മാർക്കറ്റിൽ ഓരോ ബ്രോക്കറിൽ പോയിട്ട് ഇയാൾ ആദ്യം ആ വിൽക്കുന്ന ആൾക്കാരെ നോക്കും. അയാൾ വാങ്ങാൻ പറ്റുന്ന കേപ്പബിൾ ആയിട്ടുള്ള ആളാണോ എന്ന് സ്റ്റഡി ചെയ്ത്. കാരണം ഇയാൾ ഇത്രയും വ്യക്തങ്ങൾ ഇരിക്കുകയല്ലേ, ഒന്നും കളയാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇയാളെ മൊത്തത്തിൽ പഠിക്കും. ഇയാളെങ്ങനെ ഇയാൾക്ക് പറ്റുമോ, ഇയാളെ വാങ്ങാൻ പറ്റുമോ. ഈ വ്യാപാരി അതിബുദ്ധിമാനാണ് ഈ വ്യാപാരി. അയാൾക്കൊരു 55-59 വയസ്സ് മരണ സമയത്ത്. അപ്പൊ ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സ്, ഒരു 25, 24, 26 അല്ലെങ്കിൽ 30 വയസ്സിനുള്ള 40 വയസ്സുള്ള അങ്ങനെ 5-6 പേര് ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൂട്ടത്തോടെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ വാങ്ങാൻ വരണമെന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇയാൾ ആദ്യം ഡോക്ടർ ഇങ്ങനെ ജസ്റ്റ് രക്തം നോക്കിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളിങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് കച്ചവടം ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇയാളെ വീട്ടിലോട്ട് പോയി. അപ്പം അയാളന്ന് ട്രിവാൻഡ്രത്താണെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രത്താണോ അതോ കേരളത്തിലുള്ള. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, കൂട്ടത്തോടെ ആൾക്കാർ ഇങ്ങനെ ആദ്യം ഇയാളെ സ്കെച്ച് ചെയ്തു. ഇയാളെ ഇത്രയും സ്വർണ്ണമുണ്ട് അല്ലെങ്കിൽ ഇയാളെ ഇത്രയും രക്തമുണ്ടെന്ന് ഉള്ള സംഘത്തിന് മനസ്സിലായി. 6 ഈ ഒരാളുകൾക്ക് മനസ്സിലായി. അപ്പോൾ ഇത് അയാളെ ഈ കൊലപാതകം മൊത്തം ഇയാളെ വീട്ടിൽ പോയി വാങ്ങാണ്ടി ഇങ്ങനെ പോയിട്ട്. അപ്പോൾ ഈ കൃഷ്ണഹരിദാസ് മനസ്സിലായി ഇതെന്തോ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നടക്കുന്നുണ്ടായിട്ട് പറഞ്ഞു. ഇയാൾ പറഞ്ഞില്ല, തട്ടിക്കളഞ്ഞു. അപ്പം തന്നെ കൊന്നുകളഞ്ഞു. എന്നിട്ട് എല്ലാ സാധനം എടുത്ത് പക്ഷേ ഇതിന് തെളിവൊന്നുമില്ല. അമ്മാതിരി പ്രോപ്പർ പ്ലാൻ. കാരണം ഇത് കുറേ നാളുകൊണ്ട് പോയി പഠിച്ചെടുത്തിട്ടാണ്. ഒരു തെളിവുകളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഫോൺ മെസ്സേജ് അങ്ങനത്തെ ഒരു സംഭവമില്ല. എല്ലാവരും പ്രോപ്പറായിട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. അങ്ങനെ ഇയാളെന്താ ചെയ്യുന്നത്, ഇയാൾ ആ രക്തങ്ങളൊക്കെ എടുത്തിട്ട് പോലീസ് ഒരു 2 ആഴ്ച പോലീസ് പിടിച്ചു. 2 ആഴ്ചക്കുള്ളിൽ ഈ കൊലയാളികളെ പിടിച്ചു. കൃഷ്ണഹരിദാസിനെ കൊന്ന ഇവരെ പിടിച്ചു. ഏറ്റവും തിരിച്ചു തന്ന ഈ കൃഷ്ണഹരിദാസ് ആർക്കും ഈ കൃഷ്ണഹരിദാസ് അവസാനം ഈ കൃഷ്ണഹരിദാസിന്റെ ഒറിജിനൽ പേര് നോക്കിയപ്പോൾ ഇയാൾക്ക് 2-3 പാസ്പോർട്ട്. ഇയാളുടെ സെയിം പേര് വെച്ചിട്ട് ഇയാൾ പല പേരുകൾ അറിയപ്പെടും. ഈ കൊന്ന ആൾ, അതായത് കൊല ചെയ്യപ്പെട്ട ആൾ, ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ രത്നങ്ങൾ കിട്ടിയെന്നോ ഇയാൾ എങ്ങനെ കിട്ടിയെന്നോ ഇയാൾക്ക് ഒരു പിടുത്തമില്ല. പിന്നെ ഇയാളുടെ കുടുംബ വീട് എന്തൊക്കെ അറിയില്ല. ഇയാൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. 2000 വിവാഹം കഴിച്ചിട്ടുണ്ട്. വിവാഹം കഴിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേറൊരു ഫാമിലിനെ കഴിച്ചത്, സാധാരണ ഫാമിലിനെ കഴിച്ചു. പക്ഷെ അവർ വിവാഹം കഴിച്ചിട്ട് ഡിവോഴ്സായി പോയി. അപ്പോഴും ഒന്നും അറിയില്ല ഇയാളെ പറ്റി ഒരു സംഭവമാണ്. അപ്പം ഇയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വീണ്ടും ട്വിസ്റ്റ് ഇറങ്ങി. ഇയാളൊരു സുകുമാരക്കുറുപ്പായിരിക്കും. ഇയാളെ സുകുമാരക്കുറുപ്പായിട്ട് വന്നത്. പിന്നെ ഇയാൾ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാൾ രാജകുടുംബത്തിലുള്ള ആളാണ്. പക്ഷേ രാജകുടുംബത്തിലോട്ട് ഇങ്ങനെ ഇതായിട്ട് വന്നപ്പോൾ അയാൾ കണ്ടിട്ട് ബന്ധമില്ല. അപ്പോൾ ഇയാൾ വേറെ എന്തോ ഒരു സാധനം അങ്ങനെ സെറ്റപ്പായിരുന്നു. അങ്ങനെ ഇപ്പോഴും അതിന് ഇൻവെസ്റ്റിഗേഷൻ ഇറക്കിയത്. നമ്മൾ എന്ത് ഇങ്ങനത്തെ ചെയ്താലും പോലീസുകാര് ഞാനിപ്പോ ഒരാളെ കൊന്ന്
അങ്ങനെ പറയല്ല. അങ്ങനെ കൊന്നു കഴിഞ്ഞാല് ഞാനിപ്പോ അത്യാവശ്യമായിട്ട് നമ്മള് ഫോൺ സിമ്മൊക്കെ ഓഫ് ആക്കിയിട്ടെന്നൊക്കെ പറയൂലേ, നമ്മളിപ്പോ കയ്യില് ഇഷ്ടം പോലെ പൈസയോ ATM കാർഡോ ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ഒരാൾ ഇങ്ങനെ ചെയ്യുന്ന പരിപാടി ചെയ്യാം. ഒരു അബദ്ധത്തിലോ അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ സംഭവം നടക്കുന്നല്ലേ. പിന്നെ നമ്മൾ തടി തപ്പാൻ വേണ്ടിട്ട് മുങ്ങുക ചെയ്യാം. ഇപ്പൊ കയ്യിൽ കിട്ടുന്ന ഒരു പൈസയോ അല്ലെങ്കിൽ എന്തൊക്കെ വിടും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു പൈസ തീരുമ്പോ നമ്മൾ ഏതെങ്കിലും ഒരാളെ കോണ്ടാക്ട് ചെയ്യും. ഒന്നില്ല ഫാമിലി റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മളെ അടുത്ത ഫ്രണ്ട്സ്. ഒരു ക്രൈം നടന്നതിന് ശേഷം പോലീസിന്റെ നിരീക്ഷണത്തിലേക്ക് ഇവരെ നമ്പർ കോണ്ടാക്ട് ഫുള്ളും എവിടെ നിന്നാണ് ഈ കോള് വരുന്നത്. നമ്മളെ ഫാമിലിയിലെ ഫസ്റ്റ് എടുക്കും, പിന്നെ നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് എടുക്കും, അല്ല കുടുംബക്കാരെടുക്കും, പിന്നെ പുറത്തുള്ള നമ്മൾ ഇടവേക്കുന്ന കുറച്ച് ഫ്രണ്ട്സ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു കോള് വന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ കവർ ചെയ്തിട്ട് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പൈസ കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരുത്തരെ വിളിക്കും, എടാ എനിക്ക് കുറച്ച് പൈസ ഇട്ട് തന്നാൽ നീ നമ്മളിന്ന് തമിഴ്നാട്ടില് സേലത്താണുള്ളതെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമല്ലോ. ആ കോള് മതി. ഒരു കോളിന്റെ ടവർ ലൊക്കേഷൻ എല്ലാം നിരീക്ഷണത്തിലായിരിക്കും. നമ്മളായിരിക്കും ഇങ്ങനെ മൂടി വെക്കാൻ, മനസ്സിലായോ? പക്ഷെ ആ ഒരു ഇത് ഭയങ്കര ട്വിസ്റ്റാണ് ബ്രോ. അത് അയാൾ എവിടത്തുള്ള ആളെന്ന് അറിഞ്ഞൂടാ, ഇതുവരെ കണ്ടുപിടിച്ചില്ല. ഈ കൃഷ്ണഹരിദാസ് എന്ന വ്യക്തി ആരാണെന്നോ അല്ലെങ്കിൽ അയാൾ എവിടത്തെ നിന്നാണ് ഇയാളെ പറ്റിയ ഒരു പിടുത്തമില്ല. പിന്നെ ചോദ്യം പിടിച്ചു കഴിഞ്ഞാൽ പോലീസിനെ അടിക്കുകയും പിടിക്കുകയൊന്നും ചെയ്യാതെ തന്നെ സത്യം പറയിപ്പിക്കുന്ന പലവിധ ടെക്നിക്സ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ടെക്നിക്സ് ആണ് ഇപ്പോൾ പറയുന്നത്. ഈ ഐസിന്റെ കട്ടമിൽ നമ്മളെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഒരു ട്രൗസർ ഇടിപ്പിച്ച് കെടുപ്പിക്കും. ഐസിന്റെ കട്ടമിൽ നമ്മൾ ബന്ധാക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒരു 2 സെക്കൻഡ് ഐസിന്റെ കഷ്ണം കൈ പിടിച്ചാൽ നമുക്ക് തണുത്തിട്ട് വിട്ട് കളയൂല. പുറത്തുനിന്ന് തണുപ്പായിട്ടിരിക്കുമ്പോൾ അതിൽ കെട്ടിയിരുന്നല്ലോ 10-15 മിനിറ്റ്. അത് പുലർച്ചെ നേരത്തെ 3 മണി 4 മണിക്കൊക്കെ സത്യം ഓട്ടോമാറ്റിക്കായിട്ട് വിളിച്ചു പറയും, മനസ്സിലായോ? അപ്പൊ പല ടെക്നിക്സും അവർക്കുണ്ട്. ഓൺ റോഡ് നോക്കുന്നുണ്ടല്ലോ. ഓൺ റൂട്ട് 30 കിലോമീറ്ററിലാണ്. അവിടെ ഞാനൊരു ബോർഡ് കണ്ടായിരുന്നു. അവസാനം അല്ല ഈ കൃഷ്ണഹരിദാസ് എന്ന് പറഞ്ഞ പുള്ളി പിടിക്കാൻ പറ്റില്ല. ഈ നമ്മുടെ ഈ സുകുമാരക്കുറുപ്പുണ്ടല്ലോ, അതുപോലത്തെ ഒരു സസ്പെൻഡ് ആയിട്ടുള്ള, അതായത് പിടികിട്ടാ പുള്ളി കണക്കുള്ള സംഭവമാണ്. ഇയാൾ എവിടെ നിന്നാണ് പറയുന്നത്, ഇയാൾക്ക് എങ്ങനെയാണ് ഇത്രയും വിലയെടുപ്പുള്ള ലഗ്നങ്ങൾ വന്നാണ് മനസ്സിലായത്. ഈ ക്ഷേത്രത്തിൽ നിന്ന്, അതായത് പത്മനാഭ ക്ഷേത്രം ഉണ്ടല്ലോ, അതേ അവിടുത്തെ ആ ഒരു വാല്യൂ ആ ഒരു ടൈമിൽ ഉണ്ടായ ഒരു ലഗ്നങ്ങൾ എന്നാണ് പറയുന്നത്. കാരണം അത്രയും വാല്യൂള്ള ലഗ്നങ്ങൾ, അത്ര ലഗ്നങ്ങളാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഈ ലഗ്നങ്ങൾ ഞാനും കയ്യിൽ പോകുന്നുണ്ട്. ഇയാൾ വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ലഗ്നങ്ങളൊക്കെ ഇയാളുടെ ഭാര്യയിലോട്ട് പോകുന്ന പറഞ്ഞത്. കാരണം ഇയാളുടെ അച്ഛനാര് അമ്മയാര് ഇയാൾ ഏത് കുടുംബത്തിലുള്ളതാണോ എന്ന് പറഞ്ഞത്. പിന്നെ ഇയാൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പം ആ സ്വത്തുക്കളും മൊത്തം ഇയാളുടെ എന്തൊക്കെ വസ്തുക്കളുണ്ടോ എല്ലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയിലോട്ട് പോകും. അപ്പം ഭാര്യയോട് ചോദിച്ച ഭാര്യ പറഞ്ഞത് ഞാൻ രാജകുടുംബത്തിലുള്ളതാണ്, ഇത് മൊത്തം എൻ്റെ ലഗ്നങ്ങളാണ്. ഭാര്യ ഭയങ്കര വിശ്വാസം വരുന്നു. പക്ഷെ ഭാര്യയുടെ ചെറുതായിട്ട് പിണങ്ങിയിരുന്നു. ഭാര്യ മാറി താമസിക്കുകയായിരുന്നു. ഭാര്യ നീ ഉറങ്ങറേ ആര്? ഞാനോ? ആരും ഉറങ്ങാതിരുന്നാ മതി. ഞങ്ങൾ അതുപോലെ ഉറങ്ങിയതാണ്. നിന്റെ കയ്യിലാണ് നമ്മളെ ജീവൻ, അതുകൊണ്ട് നീ ഉറങ്ങത്. അങ്ങനെ തീരെ ഉറക്കം വരുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കത്തൊന്നുമില്ല. സൈഡിൽ കയറ്റി സൈഡിൽ കയറ്റി വരുന്നുണ്ടോ? ഞാൻ ഉറങ്ങൂല. ഉറങ്ങിക്കൊണ്ട് ഞാൻ ഹൈവേയിൽ ഓടിക്കാൻ നേരത്തെ ക്ഷീണമുണ്ടായിരുന്നു.